ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദയും കാണിച്ചുകൊണ്ടാണ്. രണ്ടാളും ഇപ്പോൾ കാട്ടിൽ തന്നെയാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇനിയും പുറലേക്കും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി ഒരു ഭാഗത്ത് തന്നെ കഴിച്ചു കൂട്ടാമെന്ന് കരുതിയിട്ട് അവർ രണ്ടാളും ഒരു മലയുടെ ചെരുവിൽ കുറേ തീയൊക്കെ കൊളുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരൻ നാരായണനെയും അതുപോലെ തന്നെ ശ്രീകാന്തും പത്മവും മുത്തശ്ശി എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വേദയെ ഇനിയും കാണാനായിട്ടില്ല എന്നുള്ള കാര്യം അച്ഛനെ അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും തന്നെ. ഈ ഒരു ടൈമിൽ പത്മ പറയുന്നുണ്ട്, ശങ്കരേട്ട വേദമോളെ കാണാനില്ല, കോടതി നിന്ന് കേസ് കഴിഞ്ഞ ശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാ പറഞ്ഞത്. വിക്രമിനെയും അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ വിക്രം കോടതി കഴിഞ്ഞ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വിക്രമിനെയും കാണാതായി. അവർ രണ്ടാളും എവിടേക്കാണ് പോയത് എന്താണെന്ന് ഒരു വിവരവുമില്ല. ഫോണിലാണെങ്കിൽ എത്ര വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആകെ പേടിയായിട്ട് വയ്യാന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ശ്രീകാന്ത് പറയാണ്, എനിക്ക് ബലമായി സംശയമുണ്ട്, അത് വിക്രം തന്നെയായിരിക്കും അതിൻ്റെ പിന്നിൽ. എനിക്ക് തോന്നുന്നത് വിക്രമിനെതിരെ വേദ പരാതി പറഞ്ഞത് കൊണ്ട് തന്നെ വേദയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേക്കുമ്പോൾ ശങ്കരൻ നാരായണ ദേഷ്യം വരണം. അപ്പോൾ ശങ്കരൻ നാരായണൻ പറയാണ്, നീ എന്താണ് ശ്രീകാന്തെ പറയുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. വിക്രമിനെ കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങളേക്ക് സംസാരിക്കുന്നത്. അവൻ കാരണം ഒരു പെൺകുട്ടിക്ക് അപകടം സംഭവിക്കില്ല. മാത്രമല്ല വേറെ ഏതൊരു പെൺകുട്ടി അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ കണ്ടു നിൽക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ശങ്കരനാരായണൻ പത്മത്തോട് ചോദിക്കുന്നുണ്ട്, വിക്രമിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ വിക്രം നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വേദയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് പത്മം. അപ്പോൾ പിന്നെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വിക്രമിൻ്റെ കൂടെയാണ് വേദ ഉള്ളതെങ്കിൽ അവൾ സുരക്ഷിതമായി തന്നെ ഇരിക്കും, അതിൽ യാതൊരു ടെൻഷനും പേടിയും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ പോയി പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ രണ്ടാളും തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് ശങ്കരൻ നാരായണൻ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രോമോയിൽ നമ്മുടെ വേദയ്ക്ക് വീണ്ടും വിശക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഒന്ന് കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ട് വേദ വീണ്ടും ചോദിക്കുന്നുണ്ട്, വിശന്നിട്ട് വയ്യ കഴിക്കണം എന്ന് പറഞ്ഞിട്ടും. ഈ ഒരു ടൈമിൽ വിക്രം നോക്കുമ്പോൾ തൊട്ടടുത്തൊരു മരത്തിൽ തേനീച്ചക്കൂട് കാണുന്നുണ്ട്. അതിൽ തേനെടുത്ത് വേദയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ശേഷം വിക്രം തൻ്റെ ഷർട്ട് അഴിച്ചിട്ട് തേനീച്ച കുത്തുമല്ലോ, അതുകൊണ്ട് ഷർട്ട് അഴിച്ചിട്ട് മുഖം മൊത്തം കവർ ചെയ്തിട്ട് ഒരു റാന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് തേനെടുക്കാൻ വേണ്ടി മരത്തിൽ കയറുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദ ആ ഒരു സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദ പറയാണ്, അയ്യോ വിക്രം വേണ്ട, സൂക്ഷിച്ച്, തേനീച്ച എങ്ങാനും കുത്തിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്രോമോയിൽ കാണിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.